ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഞാൻ 19-ാം അധ്യായം എന്ന് പറയുമ്പോൾ 18-ാം അധ്യായത്തിൽ നാം പറഞ്ഞ കാര്യങ്ങളുടെ തുടർച്ചയായി തന്നെ 19-ാം അധ്യായവും വായിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. കാരണം ഞാൻ പലപ്പോഴും പറയാറുള്ളതുപോലെ ഈ അധ്യായങ്ങൾ തമ്മിൽ ഉള്ള വ്യത്യാസം, അല്ലെങ്കിൽ അധ്യായങ്ങളായി വേർതിരിച്ചത് ഇതെഴുതിയ ലൂക്കോസ് അല്ല, അത് പരിശുദ്ധാത്മ നിശ്വസ്തമല്ല. പിന്നീട് നമുക്ക് വാക്യങ്ങളും അധ്യായങ്ങളുമൊക്കെ കണ്ടുപിടിക്കാൻ നമ്മെ സഹായിക്കും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ അധ്യായങ്ങളായും വാക്യങ്ങളായും തിരിച്ചിരിക്കുന്നത്. അത് നാം ഓർത്തിരിക്കണം. അപ്പോൾ 18-ാം അധ്യായം തീരുന്നത് അപ്പല്ലോസ് എന്നൊരു വ്യക്തി എഫെസോസിൽ വന്ന് അവിടെ വെച്ച് അക്വിലാവിനെയും പ്രിസ്കില്ലയെയും കാണുകയും തൻ്റെ വിശ്വാസത്തിൽ താൻ മനസ്സിലാക്കാതിരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ പ്രയോജനമുള്ളവനായി കുരിന്തിലേക്ക് പോയ കാര്യമാണ് നാം വായിച്ചത്. ഇനി 19-ാം അധ്യായം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പല്ലോസ് കുരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ ഉത്തരം പറഞ്ഞു. എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം എന്ന് അവർ അവനോട് ചോദിച്ചതിന് യോഹന്നാൻ്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്ര കഴിപ്പിച്ചത്, തൻ്റെ പിന്നാലെ വരുന്നവനായി യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ആ പുരുഷന്മാർ എല്ലാം കൂടി 12ഓളം ആയിരുന്നു. പിന്നെ അവൻ പള്ളിയിൽ ചെന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സംവാദിച്ചും സമ്മതിപ്പിച്ചും കൊണ്ട് 3 മാസത്തോളം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു. എന്നാൽ ചിലർ കഠിനപ്പെട്ട് അനുസരിക്കാതെ പുരുഷാരത്തിൻ്റെ മുമ്പാകെ ഈ മാർഗത്തെ ദുഷിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ചു. തുറന്നോസിൻ്റെ പാഠശാലയിൽ ദിനം പ്രതി സമ്പാദിച്ചു പോന്നു. അത് 2 സംവത്സരത്തോളം നടക്കയാൽ ആസിയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾപ്പാൻ ഇടയായി. പൗലോസ് കൊരിന്തിലില്ലായിരുന്നു, അപ്പല്ലോസ് കൊരിന്തിലായിരുന്നു. ആ കാര്യമാണ് 18-ാം അധ്യായത്തിൻ്റെ അവസാനം നാം കാണുന്നത്. എഫെസോസിൽ നിന്നും അപ്പല്ലോസ് കൊരിന്തിയിലെത്തി. എന്നാൽ ഈ സമയത്ത് പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ ഗലാത്യ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ സഞ്ചരിച്ച് താൻ അവസാനം എഫെസോസിലെത്തി. അപ്പോൾ എഫെസോസിൽ നിന്ന് അപ്പല്ലോസ് കൊരിന്തിലേക്ക് പോയി, പൗലോസ് എഫെസോസിൽ വന്നു. എഫെസോസിൽ എത്തിയപ്പോൾ പൗലോസ് കണ്ട ചില ശിഷ്യന്മാരെക്കുറിച്ചാണ് ആദ്യം ഈ അധ്യായത്തിൽ പറയുന്നത്. അവരുടെ പ്രത്യേകത, അവർ വിശ്വസിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ല. ആ ചോദ്യം അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിച്ചു. എന്തുകൊണ്ടായിരിക്കാം പൗലോസ് ഈ ചോദ്യം ചോദിച്ചത്? അവരുമായി സംസാരിച്ചപ്പോൾ എവിടെയോ എന്തോ ഒരു തകരാറ്. നിങ്ങൾ ഓർക്കണം, അപ്പല്ലോസ് പ്രസംഗിച്ചത് കേട്ടപ്പോൾ അക്വിലാവിനും പ്രിസ്കില്ലയ്ക്കും തോന്നിയത് എവിടെയോ എന്തോ ഒരു തകരാറ്. അത് തന്നെ ഈ 12 ശിഷ്യന്മാരെ കണ്ടപ്പോൾ പൗലോസിനും തോന്നി. അപ്പോൾ പൗലോസ് ഒരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ വിശ്വസിച്ചു എന്നാണല്ലോ പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? അവരുടെ ഉത്തരം കേട്ടപ്പോൾ പൗലോസ് ഞെട്ടിപ്പോയി. പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുപോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം 3-ാം വാക്യത്തിൽ, എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? പൗലോസിന് ഒരു കാര്യം ഉറപ്പായിരുന്നു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് വിശ്വാസ സ്നാനം ഏറ്റ ഒരാൾ പരിശുദ്ധാത്മാവ് എന്ന് കേൾക്കാതിരിക്കില്ല. കാരണം സ്നാനപ്പെടുന്ന സമയത്ത് എല്ലാവരെയും സ്നാനപ്പെടുത്തുന്നത് എങ്ങനെയാണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അപ്പോൾ സ്നാനപ്പെടുന്ന സമയത്തെങ്കിലും
പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. അതുകൊണ്ട് പൗലോസ് ചോദിച്ചു, ഏതാണ് നിങ്ങളുടെ സ്നാനം? അപ്പോൾ അവർ പറഞ്ഞു, യോഹന്നാൻ്റെ സ്നാനമാണ്. ഇപ്പോൾ 18-ാം അധ്യായവും 19-ാം അധ്യായവും തമ്മിലുള്ള ബന്ധം മനസ്സിലായോ? 18-ാം അധ്യായത്തിൻ്റെ അവസാനം അപ്പല്ലോസ് എന്നൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ കാണുന്നു. യോഹന്നാൻ്റെ പഠിപ്പിക്കലുകൾ മാത്രം കേട്ട അപ്പല്ലോസ്. ആ അപ്പല്ലോസ് കർത്താവിനെക്കുറിച്ച് കേട്ടു, എന്നാൽ കർത്താവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചോ അതിൻ്റെ സാധ്യതകളെക്കുറിച്ചോ ഒന്നും താൻ മനസ്സിലാക്കിയിരുന്നില്ല. അത് അക്വിലാവും പ്രിസ്കില്ലയായിരിക്കും അപ്പല്ലോസിനെ പറഞ്ഞ് മനസ്സിലാക്കിയത്. ലൂക്കോസ് അതുപോലെ തന്നെയുള്ള വേറെ ചില ആളുകളെ ആയത്തിൽ പരിചയപ്പെടുത്തുകയാണ്. ഈ 12 ശിഷ്യന്മാർ, അവർ യോഹന്നാൻ സ്നാപകൻ്റെ സ്നാനമേറ്റു. അത് കഴിഞ്ഞ് അവർക്ക് വലിയ പിടിപാടില്ല. അവരെവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. അവർ എഫെസോസിലായിരുന്നതുകൊണ്ട് ഒരുപക്ഷെ യെരുശലേമിൽ നടന്ന കാര്യങ്ങളൊന്നും അവർ അറിഞ്ഞിരിക്കാൻ വഴിയില്ല. യെരുശലേമിൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്തെക്കുറിച്ചാണ്. അവർ വിശ്വസിച്ചോ എന്ന് ചോദിച്ചപ്പോൾ വിശ്വസിച്ചു. കാരണം അവർ സ്നാനപ്പെട്ടു എന്നാണല്ലോ പറഞ്ഞത്. യോഹന്നാൻ്റെ സ്നാനം അവരേറ്റു. യോഹന്നാൻ പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ടാണല്ലോ അവർ സ്നാനപ്പെട്ടത്. അപ്പോൾ അവരുടെ സ്നാനം മാനസാന്തര സ്നാനമാണ്. അവർക്ക് പാപബോധമുണ്ടായി, ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടതിനെക്കുറിച്ചുള്ള ആവശ്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവർ സ്നാനപ്പെട്ടു. പക്ഷേ അവർ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ 4-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്ര കഴിപ്പിച്ചത്, തൻ്റെ പിന്നാലെ വരുന്നവനായി യേശുവിൽ വിശ്വസിക്കണമെന്ന് ജനത്തോട് പറഞ്ഞു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ യോഹന്നാൻ്റെ സ്നാനം നിങ്ങൾ ഏറ്റു, പക്ഷേ യോഹന്നാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവരോട് പൗലോസ് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി. ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിൻ നാമത്തിൽ സ്നാനമേറ്റു. അപ്പോൾ ഇവിടെ ഒരു ഗ്രൂപ്പ് ആളുകൾ, അവർ യോഹന്നാൻ്റെ പ്രസംഗം കേട്ടു, യോഹന്നാൻ്റെ സ്നാനമേറ്റു. അത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചതെന്ന് അവർക്കറിയില്ല. യേശുവിൽ വിശ്വസിക്കുന്നതിനെക്കുറിച്ചും യേശുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽക്കുന്നതിനെക്കുറിച്ചും അവർ കേട്ടിട്ടില്ല, അവർ മനസ്സിലാക്കിയിരുന്നില്ല. അവർ എഫെസോസിൽ വെച്ച് പൗലോസിനെ കാണുന്നു. അപ്പോൾ പൗലോസ് അവരോട് കർത്താവിനെക്കുറിച്ചുള്ള സുവിശേഷം പറയുന്നു. അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ ഇടയാകുന്നു. ഇവർ ഒരു പ്രത്യേക തരം ആളുകളാണ്. പൗലോസ് ഒരു സ്ഥലത്ത് ചെന്ന് പ്രസംഗിക്കുമ്പോൾ സുവിശേഷ സന്ദേശം കേട്ട് വിശ്വസിക്കുന്ന സാധാരണ യഹൂദന്മാരെ പോലെയോ യഹൂദ മതാനുസാരികളെ പോലെയല്ല. ഇവർ യോഹന്നാൻ്റെ സ്നാനം ഏറ്റവർ, എന്നാൽ പിന്നീട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും തൻ്റെ മരണ പുനരുത്ഥാനത്തെക്കുറിച്ചും ശരിയായി മനസ്സിലാക്കാത്തവർ ഒരു പ്രത്യേക ഗ്രൂപ്പാണ്. അപ്പോൾ അവർ രക്ഷിക്കപ്പെട്ടപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് വന്നു എന്ന അതിൻ്റെ അടയാളമായി അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. ഇത് വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ളൊരു ഭാഗമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ച എല്ലാവർക്കും പരിശുദ്ധാത്മാവ് ലഭിക്കുന്നില്ല എന്നൊരു വാദമുണ്ട്. അങ്ങനെ ഒരു പഠിപ്പിക്കലുണ്ട്. അതിൻ്റെ പേരിൽ പല തർക്കങ്ങളും നടക്കാറുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറയാൻ ഇവിടെ ഉദ്ദേശിച്ച കാര്യം, ഇവർ ഈ 12 പേരും സഭയുടെ അംഗങ്ങളായി തീർന്നു എന്ന കാര്യം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നതിനാലും ആ സമയത്തുണ്ടായ തെളിവുകളിനാലും അവർക്ക് മനസ്സിലായി. നിങ്ങൾ ഓർക്കണം, ശമര്യയിൽ യെരുശലേമിൽ നിന്നുള്ള അപ്പോസ്തലന്മാർ പോയി കൈവച്ചപ്പോഴാണ് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുകയും അവർ ആ പരിശുദ്ധാത്മാവ് വന്നു എന്നതിൻ്റെ അടയാളങ്ങൾ പ്രകടമാക്കുകയും ചെയ്തത്. അതിൻ്റെ കാരണം അവർ ഒരു സഭയുടെ അംഗങ്ങളാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. ഈ 12 ശിഷ്യന്മാരും അവർ എല്ലാവരും രക്ഷിക്കപ്പെട്ടതുപോലെ, എല്ലാവരും വിശ്വസിച്ചതുപോലെ, അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന സാക്ഷ്യമല്ല അവരുടെ സാക്ഷ്യം, എന്നാൽ അവരും സഭയുടെ അംഗങ്ങളാണ്. അവരെയും ഒരു ശരീരത്തിൻ്റെ അംഗങ്ങളായി നമ്മൾ കണക്കാക്കണം എന്ന് നാം ഈ ഭാഗത്തുനിന്നും മനസ്സിലാകുന്നു. പിന്നെ പൗലോസ് എഫെസോസിൽ 3 മാസം അവിടെ യഹൂദന്മാരുടെ പള്ളിയിൽ പ്രസംഗിച്ചു. എന്നാൽ പിന്നീട് നമ്മൾ വായിക്കുന്നത് ഏതാണ്ട് 2 വർഷത്തോളം പൗലോസ് എഫെസോസിൽ തുടർന്നു എന്നാണ്. എഫെസോസ് ആണ് പൗലോസ് ഏറ്റവും കൂടുതൽ നാൾ താമസിച്ച് തൻ്റെ ശുശ്രൂഷകൾ ചെയ്തത്. കൊരിന്തിൽ 1.5 വർഷമായിരുന്നെങ്കിൽ ഇപ്പോൾ എഫെസോസിൽ 2 വർഷം താൻ അവിടെ തുടർന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവിടെ തനിക്ക് പഠിപ്പിക്കാനൊരു സ്ഥലം കിട്ടി. തുറന്നോസിൻ്റെ പാഠശാല എന്ന് അവിടെ വായിക്കുന്നുണ്ട്. അവിടെ താൻ എല്ലാ ദിവസവും ദിനം പ്രതി സമ്പാദിച്ചു പോന്നു. ഇത് 2 വർഷത്തോളം തുടർന്നു. അങ്ങനെ ചെയ്തതുകൊണ്ട്
ഏഷ്യയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിൻ്റെ വചനം കേൾക്കാനിടയായി. അതിൻ്റെ കാരണം ഈ എഫെസോസ് എന്ന് പറയുന്നത് ഒരു തുറമുഖ പട്ടണമാണ്. അത് വളരെ പ്രസിദ്ധമായൊരു പട്ടണമാണ്. ആർത്തമിസ് ദേവിയുടെ അമ്പലമൊക്കെ ഉള്ള സ്ഥലമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഈ അധ്യായത്തിൽ പിന്നീട് വായിക്കും. അപ്പോൾ വളരെയധികം ആളുകൾ പല സ്ഥലത്തു നിന്ന് വരുന്ന ഈ സ്ഥലത്ത് താൻ 2 വർഷം താമസിച്ച് പ്രസംഗിച്ചതുകൊണ്ട് അനേകരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അനേക സ്ഥലങ്ങളിൽ ഉള്ള ആളുകളോട് സുവിശേഷം പറയാൻ പൗലോസിനിടയായി. അതുകൊണ്ടാണ് ദൈവം 2 വർഷം അവിടെ താമസിക്കുവാൻ അനുവദിച്ചത്. ഇതേ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.